ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും? നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ്സുകൾ ചെയ്തിട്ട് നമ്മൾ ചെറിയതായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും മെയ്യിലാണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊന്ന് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് ബീനാമിസ് കാര്യമായിട്ടൊന്ന് ആലോചനയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ ഉടനെ തരുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, ബീനാമിസിൻ്റെ ക്ലാസ്സുകൾ ഉടനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ്. ബീനാമിസ് തിരിച്ചു വരും എന്തായാലും പെട്ടെന്ന് തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എന്നും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ് കേട്ടോ. ഒറ്റപ്പാലം. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ഏതായിരുന്നു അത്? ആക്ട് ഓഫ് 1919 ആണ്. 1919 നിയമമാണ് ഇത്തരത്തിലൊരു ദ്വിസഭാ നിയമനിർമ്മാണം നൽകിയിട്ടുള്ളത് കേന്ദ്രത്തിൽ കേട്ടോ. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? 1920 INC സെഷന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാഗ്പൂർ വെച്ചാണ്. നാഗ്പൂരിലാണ് 1920 INC സെഷൻ, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സെഷൻ നടന്നിട്ടുള്ളത്. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ചൈനയിലെ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? മാവോ സേതുങ് ആണ്. മാവോ സേതുങ്. മാവോ സേതുങ്. താഴെ തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ജർമ്മൻ ആണ്. ജർമ്മൻ. നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയ ഉദ്യാനം ഏതാണ്? നമീബിയൻ ചീറ്റകളെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ഉദ്യാനം കുനോ നാഷണൽ പാർക്കാണ്. കുനോ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, കൈകൊണ്ട് വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകാരി പെയിന്റിംഗ്. കൈകൊണ്ട് വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകാരി പെയിന്റിംഗ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുന്നത്? കലംകാരി പെയിന്റിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. കലംകാരി. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ഏതാണ്? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസികയാണ് ജ്ഞാന നിക്ഷേപം എന്നത്. ജ്ഞാന നിക്ഷേപം. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ് ആണ് കേട്ടോ. ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആണ് രാധിക മേനോൻ. രാധിക മേനോൻ. രാധിക മേനോൻ. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ്? വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷെ മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി.
ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ എന്നത്. രജിസ്റ്റർ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ രജിസ്റ്റർ ആണ് കേട്ടോ. എന്നാൽ വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയത് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാഷെയാണ്. വിവരങ്ങൾ സംഭരിക്കാൻ ഏറ്റവും വേഗത കൂടിയത് ക്യാഷ് മെമ്മറിയും. എന്നാൽ രജിസ്റ്റർ ചോദിക്കുമ്പോൾ എന്താണ് ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അത് രജിസ്റ്ററുമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് ആരാണ്? സിസ്റ്റം കോളുകളാണ്. സിസ്റ്റം കോളുകൾ. IPv4 അഡ്രസ്സ് ഒരു എത്ര ബിറ്റ് അഡ്രസ്സാണ് IPv4 എന്നത്? IPv4 എന്നത് 32 ബിറ്റ് അഡ്രസ്സാണ് കേട്ടോ. 32 ബിറ്റ് അഡ്രസ്സാണ് IPv4 എന്നത്. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് എന്തുപയോഗിച്ചാണ്? ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് TCP/IP ഉപയോഗിച്ചാണ്. TCP/IP എന്നാൽ എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് TCP/IP ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000-ലെ IT ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? ഏത് വിഭാഗമാണ്? സെക്ഷൻ 4-ലാണ് കേട്ടോ. സെക്ഷൻ 4-ലാണ് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. സെക്ഷൻ 4-ആണ്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം ഏതാണ്? താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം പോളിയോമെയിലൈറ്റിസ് ആണ്. പോളിയോമെയിലൈറ്റിസ് ഒരു വൈറസ് രോഗമാണ് കേട്ടോ. വൈറസ് രോഗമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരാണ്. അന്തരീക്ഷ് ഭവൻ. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു? ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് 3% വൈദ്യുതി വരുന്നത്. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു എന്നാണ് ചോദ്യം. 3% കേട്ടോ. 3%. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് സഹ്യാദ്രി പർവ്വതനിര എന്നാണ്. സഹ്യാദ്രി പർവ്വതനിരകൾ. അന്തരീക്ഷ ആർദ്രത അളക്കാൻ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ ആർദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? അന്തരീക്ഷ ആർദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? അപ്പൊ ഏതോ ഒന്ന് തെറ്റാണ്, ബാക്കി 3 ശരിയാണ്. നോക്കാം. ടെറൈൻ യുദ്ധം ഏത് വർഷത്തിലാണ്? ഒന്നാം ടെറൈൻ യുദ്ധം 1191-ലാണ്. ഇത് ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാം ടെറൈൻ യുദ്ധം 1192-ലുമാണ്. ഓക്കെ. ഒന്നാം ടെറൈൻ യുദ്ധം 1191-ലും രണ്ടാം ടെറൈൻ യുദ്ധം 1192-ലുമാണ്. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം 1526-ലാണ്. ശരിയായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷനും യോജിപ്പിച്ചിട്ടുള്ളത്. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം 1526-ലാണ്. അടുത്തത് വാൻഡിവാഷ് യുദ്ധമാണ്. വാൻഡിവാഷ് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. 1760-ൽ തന്നെയാണ്. 1760-ലാണ് വാൻഡിവാഷ് യുദ്ധം. കറക്റ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാൽഡിഘാട്ടി യുദ്ധം അല്ലെങ്കിൽ ഹാൽഡിഗഡ് യുദ്ധം മേവാറിലെ മഹാറാണ പ്രതാപും മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ഈ ഹാൽഡിഘട്ട് യുദ്ധം അല്ലെങ്കിൽ ഹാൽഡിഘാട്ടി യുദ്ധം എന്ന് പറയുന്നത്. ഇത് 1576-ലാണ് കേട്ടോ. 1576-ലാണ്. ഓക്കെ. അപ്പൊ ഇത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഹാൽഡിഘട്ട് യുദ്ധം 1576-ലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് താഴെ പറയുന്നതിൽ കാലഗണന പ്രകാരം എഴുതുക. താഴെ പറഞ്ഞിട്ടുള്ളത് കാലഗണന പ്രകാരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൗലറ്റ് ആക്ട്, ബംഗാൾ വിഭജനം, പൂന ഉടമ്പടി, ലക്നൗ ഉടമ്പടി എന്നിവയാണ് തന്നിട്ടുള്ളത്.
നമുക്ക് ഇവയുടെ വർഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? കരിനിയമമൊക്കെ പാസ്സാക്കിയത് 1919 അല്ലേ? റൗലറ്റ് ആക്ട് എപ്പോഴാണ്? 1919. അടുത്തത് പൂന കരാർ അല്ലെങ്കിൽ പൂന ഉടമ്പടി 1932 ഓർക്കുന്നുണ്ടോ? 1932 പൂന ഉടമ്പടി. ലക്നൗ ഉടമ്പടി എപ്പോഴാണ്? ലക്നൗ ഉടമ്പടി വരുന്നത് 1916. 1916 ലക്നൗ ഉടമ്പടി വരുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ്. ഹോം റൂൾ പ്രസ്ഥാനം എപ്പോഴാണ്? 1916. ഈ ഒരു സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നത്. അതിനോടുകൂടി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ശേഷമാണ് ലക്നൗ കരാർ. അപ്പോൾ 1916. അടുത്തത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനം നമുക്ക് എല്ലാവർക്കും അറിയാം 1905. 1905 ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു. 1905 ബംഗാൾ വിഭജനം. അപ്പൊ ഇനി നോക്കിക്കേ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഏതാണ് ആദ്യം വരുന്നത്? ബംഗാൾ വിഭജനമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും സിയും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അടുത്തത് ഏതാണ് വരുന്നത്? അടുത്തത് 1916 ലക്നൗ ഉടമ്പടിയാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബംഗാൾ വിഭജനം വന്നു 1905. പിന്നീട് 1905 ബംഗാൾ വിഭജനം, 1916 ലക്നൗ ഉടമ്പടി, തുടർന്ന് 1919 റൗലറ്റ് ആക്ടും പൂന ഉടമ്പടി 1932 ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2 എന്നിവ തന്നിട്ടുണ്ട്. പട്ടിക 1 വിവരങ്ങൾ പട്ടിക 2 ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തേത് 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലായി നിയമിതനായത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ 1 ഡിയുമായിട്ട് കണക്റ്റഡ് ആയി. നോക്കിക്കേ, ഓപ്ഷൻസ് 2 എലിമിനേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ആണ് 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട പട്ടിക 2 വ്യക്തി. ഓക്കെ. സബ്സിഡറി അലയൻസ് സിസ്റ്റം അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അപ്പോൾ 2 ഓപ്ഷൻ സിയുമായി കണക്റ്റഡ് ആയി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. നോക്കാം, ബാക്കിയൂടെ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ് അതവിടെ നിൽക്കട്ടെ. ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആണ് ലിൻലിത്ഗോ പ്രഭുവിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ വന്നത് ആ ഒരു സമയത്താണ്. ഗോ എന്ന വാക്ക് വെച്ച് അങ്ങനെ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത് ലിൻലിത്ഗോ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും കറക്റ്റ് ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് ആകെ ബാക്കിയുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ പ്രഭുവുമായി ബന്ധപ്പെട്ടതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ പ്രഭു. അത് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചതും മേയോ പ്രഭു ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയും മേയോ പ്രഭു ആണ്. ഓക്കെ, 3 കാര്യങ്ങളാണ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ആരംഭിക്കുന്നത് മേയോ പ്രഭു ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചതും മേയോ പ്രഭു ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയും മേയോ പ്രഭു ആണ് കേട്ടോ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലായി നിയമിതനായത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്ന് ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. റിച്ചാർഡ് വെല്ലസ്ലി ആണ് കേട്ടോ. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഓക്കെ, വെല്ലസ്ലി പ്രഭു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ് ആരംഭിച്ചത് മേയോ പ്രഭു ആണ്. ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നത് ആരാണ്? ലിൻലിത്ഗോ പ്രഭു ആണ്. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ പ്രഭു ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് എന്നാണ്? വാഴ്സോ ഉടമ്പടി
ശീതകാല സമരത്തിന്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയൻ ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ വാഴ്സോ ഉടമ്പടി എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 1955 വാഴ്സോ ഉടമ്പടി നിലവിൽ വന്നത് 1955. അടുത്ത ചോദ്യം, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1ൽ നവോത്ഥാന നായകരെയും പട്ടിക 2ൽ അവരുടെ രചനകളുമാണ് തന്നിട്ടുള്ളത്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, KP കറുപ്പൻ. അദ്വൈത ചിന്താ പദ്ധതി, ആചാരഭൂഷണം, സ്ത്രീ വിദ്യാപോഷിണി, ദൈവദശകം. നമുക്കറിയാം ദൈവദശകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം എന്ന് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2D കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ രചന ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ചതാണ് ശ്രീവിദ്യാപോഷിണി. സ്ത്രീവിദ്യാപോഷിണി എന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ചതാണ് അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് അദ്വൈത ചിന്താ പദ്ധതി. KP കറുപ്പന്റെ രചനയാണ് ആചാരഭൂഷണം എന്നത്. ആചാരഭൂഷണം KP കറുപ്പന്റേതാണ്. ഓക്കെ, KP കറുപ്പൻ രചിച്ചിട്ടുള്ളതാണ് ആചാരഭൂഷണം. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം ഏതാണ്? കുറിച്യ ലഹള, ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം എന്നിവയാണ് സംഭവങ്ങൾ. കുറിച്യ ലഹള നമുക്കറിയാം 1812 1812. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 1792. ആറ്റിങ്ങൽ ലഹള അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം 1721 1721 ആറ്റിങ്ങൽ കലാപം. വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ മരണം വന്നതെന്ന് നമുക്കറിയാം. 1809 വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം 1809. ഇനി നോക്കിക്കേ, ഏതാണ് ആദ്യം വരുന്നത്? ആറ്റിങ്ങൽ കലാപമാണ് ഒന്നാമത്തേത്. ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. 1721 ആറ്റിങ്ങൽ കലാപം. ശ്രീരംഗപട്ടണം ഉടമ്പടി അതേ തുടർന്ന് വരുന്നു 1792. പിന്നീട് വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം 1809 കുറിച്യ ലഹള 1812 ഓപ്ഷൻ C ആണ് ആൻസർ. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1 തത്വബോധിനി സഭ, റഹനുമായി മസ്ദയാസൻ സഭ, ധർമ്മസഭ, സേവാ സദൻ എന്നിവയാണ്. തത്വബോധിനി സഭയും ആദി ബ്രഹ്മ സമാജവും സ്ഥാപിച്ചത് ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോറാണ്. തത്വബോധിനി സഭ ദേബേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2 ക്യാൻസൽ ആയി പോകുന്നുണ്ട്. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ Aയും Cയും ആണ് ബാക്കി ഉണ്ടാവുക. ബാക്കി നോക്കാം. സേവാ സദൻ, ധർമ്മസഭ, റഹ്നുമായി മസ്ദയാസൻ സഭയുമാണ് ഉള്ളത്. ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് സേവാ സദൻ BM മലബാറി ആണ് എന്നുള്ളത്. സേവാ സദൻ BM മലബാറി സേവ. അടുത്തത് റഹ്നുമായി മസ്ദയാൻ സഭ. പാഴ്സികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സഭയാണ് റഹ്നുമായി മസ്ദയാൻ സഭ. ഇത് ആരംഭിച്ചിട്ടുള്ളത് നവറോജി ഫുർദോൻജി ആണ്. ഓപ്ഷൻ Dയുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നവറോജി ഫർദോൻജി ആണ് റഹ്നുമായി മസ്ദയാൻ സഭ ആരംഭിച്ചത്. നവറോജി ഫർദോൻജി ആണ്. ഏകദേശം പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, ധർമ്മസഭ ആരംഭിച്ചത് രാധാകാന്ത ദേവാണ്. ഓക്കെ, ധർമ്മസഭ രാധാകാന്ത ദേവാണ്. ഓക്കെ, രാധാകാന്ത ദേവാണ് ധർമ്മസഭ ആരംഭിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തത്വബോധിനി സഭ ആരാണ്? തത്വബോധിനി സഭ ആരംഭിച്ചത് ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. റഹ്നുമായി മസ്ദയാൻ സഭ നവറോജി ഫർദോൻജി ആണ്. ധർമ്മസഭ രാധാകാന്ത ദേവും സേവാ സദൻ BM മലബാറിയുമാണ്. ഓക്കെ, ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇമ്പാക്ട് പ്രിന്റർ അതായത് മർദ്ദം ഉപയോഗിക്കുന്ന ഇമ്പാക്ട് വരുത്തുന്ന പ്രിന്ററിന് ഉദാഹരണമാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്നത്. ഇഞ്ചക്ട് പ്രിന്ററും ലേസർ പ്രിന്ററൊക്കെ
നോൺ ഇമ്പാക്റ്റ് പ്രിന്ററാണ്. ഓക്കെ, അടുത്തത് സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക എന്നതാണ്. സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക എന്നതാണ് സാമൂഹ്യ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ അർത്ഥമാക്കുന്നത്. ഫിഫോ FIFO ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? FIFO എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നതാണ് FIFO. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് FIFO. FIFO ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. FIFO ഷെഡ്യൂളിംഗ് എന്നത് ഒരു നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് FIFO ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ എന്നത്. ഗേറ്റ്വേ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നതിന് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ സെക്ഷൻ 65 പ്രകാരം സൈബർ കുറ്റകൃത്യമാണ്. ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ സെക്ഷൻ 65 സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് വനനശീകരണം കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എയും സിയും ക്യാൻസലായി, എലിമിനേറ്റഡ് ആയി പോയിട്ടുണ്ട്. വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ STIയുടെ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രധാന ലക്ഷ്യം, പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഈ ഒരു പോളിസിയുടെ മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. സൃഷ്ടി. ഓക്കെ, സൃഷ്ടിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് ISROയെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? ഏതോ ഒരു ഓപ്ഷൻ തെറ്റാണ്, മറ്റു മൂന്നും ശരിയാണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ശരിയാണ്, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ISRO സ്ഥാപിച്ചത് 1969 ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1969 ISRO സ്ഥാപിച്ചത് 1969. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റേത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നാലാമത്തെ നോക്കാം. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പം മറ്റു മൂന്ന് പ്രസ്താവനകളും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. REDD+, റെഡ് പ്ലസ് പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി CBDയുമായി ബന്ധപ്പെട്ടതാണ് റെഡ് പ്ലസ് പദ്ധതി. REDD+. ഇതിനൊരു പൂർണ്ണരൂപം കൂടിയുണ്ട്. REDD എന്നതിൻ്റെ പൂർണ്ണരൂപം റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്നതാണ്. റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്നാണ്. റെഡിൻ്റെ ഫുൾ ഫോം ആണ് പറഞ്ഞത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായി അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണ് കേട്ടോ. ലോക്പാൽ. ലോകായുക്ത സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ലോക്പാൽ ആണ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ
പാർലമെന്റ് അംഗത്തിനോ എതിരായി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായാൽ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ലോക്പാൽ ആണ്. ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 54 ആണ്. ആർട്ടിക്കിൾ 54. ഇവിടെ തന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻസുമായിട്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. 66 ആണ് പിന്നെയും കൺഫ്യൂഷൻ വരാനായിട്ടുള്ളൊരു ചാൻസ്. അത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 66. 325 ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടതാണ്. 352 എന്നത് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം. 66 വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 54 ആണ്. ഓക്കെ. ആസാമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് എന്താണ്? സാത്രിയയാണ് കേട്ടോ. സാത്രിയ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് സാത്രിയയാണ്. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നതാണ്. സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നതാണ് ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്നത്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1995 ആണ്. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മൂപ്പസാങ് എന്നതാണ്. കേരള മൂപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തകഴി ശിവശങ്കരപ്പിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള മൂപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുമാണ്. ഏത് സ്ഥലത്താണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത്? ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത്? അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ. ഓക്കെ. തൃപ്പൂണിത്തുറയാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത്? കുച്ചിപ്പുടി ആരംഭിച്ചത് അല്ലെങ്കിൽ ഉദ്ഭവിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. കുച്ചിപ്പുടിയുടെ ഉദ്ഭവം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവന്റിന്റെ പേര് എന്താണ്? പാരാലിമ്പിക് ഗെയിമുകൾ എന്നതാണ് കേട്ടോ. പാരാലിമ്പിക് ഗെയിംസ് ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഈവന്റ് ആണ് പാരാലിമ്പിക് ഗെയിമുകൾ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഇങ്ക് എന്നതാണ് കേട്ടോ. ഇങ്ക് ആണ് കടലാസിൽ അച്ചടിച്ച മഷിയുടെ രൂപം പകർത്തുന്ന ഒരു ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഈ ഒരു ഇങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളതിൽ പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല എന്നാണ് പറയുന്നത്. PSCയുടെ ആൻസർ കീയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഓക്കെ. അടുത്തത്, താഴെ തന്നിട്ടുള്ളതിൽ ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകുന്നത് ഏതിനാണ്? ഏത് ഉപകരണത്തിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാനിലേക്ക് ലാനിനെ ചേർക്കാനാകുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗേറ്റ് വേ എന്നത്. ഗേറ്റ് വേ ആണ് വാനിലേക്ക് ലാനിനെ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റുകളിലേക്ക് ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ്. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ
അത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.